പാറശാല ഷാറൂൺ വധക്കേസിൽ ജനുവരി 20-ന് ശിക്ഷ വിധിക്കും. ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമവാദം ഇന്ന് കോടതിയിൽ പൂർത്തിയായി. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രതിഭാഗം ഇതിനെ എതിർക്കുകയും ചെയ്തു. പരമാവധി നൽകാവുന്ന ശിക്ഷ ജീവപര്യന്തമാണെന്നും പ്രതിയുടെ പ്രായമടക്കം പരിഗണിച്ച ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു ശിക്ഷാവിധിയിലുള്ള വാദത്തിന്റെ ആരംഭം. കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മ, 3-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഗ്രീഷ്മയെ കോടതിയിലെത്തിച്ചത്. ശിക്ഷാവിധിക്ക് മുൻപായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറിന്റെ ചോദ്യത്തിന് ഗ്രീഷ്മ പ്രതികരിച്ചു. ഇതോടെ പറയാനുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ എഴുതി നൽകി. ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. പ്രായം പരിഗണിച്ച ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം. ഇനിയും പഠിക്കണം, 24 വയസ്സ് മാത്രമാണ് പ്രായം, മറ്റു ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞു. വിദ്യാഭ്യാസ രേഖകളും കോടതിക്ക് കൈമാറി. അതേസമയം ഷാറൂൺ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം. ഒരു ചെറുപ്പക്കാരനെയല്ല, സ്നേഹം എന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത്. പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയാണ്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയത്. ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു. കൃത്യമായ ആസൂത്രണത്തോടെ കൂടിയായിരുന്നു കൃത്യം നടത്തിയതും. 11 ദിവസത്തോളം ഷാറൂൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിൽ തന്നെയുണ്ട്. കൊലപാതകം അവിചാരിതമല്ല എന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഷാറൂണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്താപം ഉണ്ടായിട്ടില്ല. അതിനാൽ ഒരു ദയയും അർഹിക്കുന്നില്ല എന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം പ്രതിക്ക് എങ്ങനെ വധശിക്ഷ നൽകാൻ കഴിയുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ ചോദിച്ചു. കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. വിചാരണ ഘട്ടത്തിൽ ഗ്രീഷ്മ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു. ഷാറൂണുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പലതവണ ശ്രമിച്ചു. പക്ഷേ ബന്ധം ഉപേക്ഷിക്കാൻ ഷാറൂൺ ഒരുങ്ങിയില്ല. ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് ഷാറൂൺ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായും പറയപ്പെടുന്നു. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഷാറൂൺ ചെയ്തതെന്ന് പ്രതിഭാഗം പറഞ്ഞു. കിടപ്പുമുറിയിലെ ദൃശ്യങ്ങൾ പോലും ഷാറൂൺ പകർത്തി. നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം.